പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു കൂട്ടം ആടുകളിലും താറാവുകളിലും കാലുകളുടെ ആകെ എണ്ണം തലകളുടെ ആകെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാൾ 20 കൂടുതലാണ്. ആടുകളുടെ ആകെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇപ്പോ ഒരു ആടിനും ഒരു താറാവിനൊക്കെ ഓരോ തലകളാണ് ഉണ്ടാവുക. അപ്പൊ തലകളുടെ എണ്ണം ഇപ്പോ ആടിന്റെ തലയുടെ എണ്ണം നമുക്ക് എന്തെടുക്കാം, എക്സ് എന്നെടുക്കാം. താറാവിൻ്റെത് വൈ എടുക്കാം, എക്സ് പ്ലസ് വൈ. ഇതാണ് പോലെ തലകളുടെ എണ്ണം എക്സ് പ്ലസ് വൈ. ആൻഡ് ഒരു ആടിന് 4 കാലുകൾ ഉണ്ടാവും, അതുപോലെ 4x ഉണ്ടാവും അല്ലെ. താറാവിന് 2 കാലുകൾ ഉണ്ടാവും, 2y എന്ന് എഴുതാം. ഇതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക്, ഒരു കൂട്ടം ആടുകളിലും താറാവുകളിലും കാലുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 4x plus 2y എന്തിന് ഈക്വലാണ്? ആകെ എണ്ണം തലകളുടെ ആകെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാൾ. തലകളുടെ ആകെ എണ്ണത്തിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈന്റെ ഇരട്ടി. അപ്പൊ ഇൻറ്റു 2 ചെയ്താൽ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2x, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2y. എന്തിന് ഈക്വലാണ്? ഇരട്ടി ആകുമ്പോൾ 2x plus 2y ക്കാൾ 20 കൂടുതലാണ് എങ്കിൽ ആടുകളുടെ എണ്ണം എത്ര എന്ന ചോദ്യം. നമുക്കറിയാം, ഇവിടെ പ്ലസ് 2y ഉണ്ട്, ഇവിടെയും പ്ലസ് 2y ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്ലസ് 2yയും പ്ലസ് 2yയും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. കാരണം ഒരേ സൈനാണ്, സമയത്തിന്റെ അപ്പുറം വന്നാൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ പ്ലസ് 2y കൊണ്ട് വരുമ്പോൾ മൈനസ് 2y ആവും. 2y കുറച്ചാലും 0 കിട്ടുക, നോ പ്രോബ്ലം. നമ്മൾ ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? 4x മൈനസ് 2x ഈക്വൽ ടു 20 എന്ന് കിട്ടും. 4x മൈനസ് 2x എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ വരിക 2x ആണ്. 2x ഈക്വൽ ടു 20 എന്ന ആൻസറിലേക്ക് എത്താം. എങ്കിൽ x ഈക്വൽ ടു 20/2 ടൺ, 10 ആടുകൾ ഉണ്ടാവും എന്നാണ് നമുക്ക് ഓപ്ഷൻ എ കറുപ്പിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.